ബ്രൗൺ റൈസ് വൈറ്റ് റൈസിനേക്കാളും നല്ലതാണ്, സമ്മതിച്ചു. പക്ഷേ എനിക്ക് വൈറ്റ് റൈസാണ് ഇഷ്ടം. പക്ഷേ ഞാൻ വൈറ്റ് റൈസ് കഴിക്കുന്നത് ഒരു ചീരത്തോരനും ഒരു അവിയലും ഒരു പയർ മുളപ്പിച്ചതോ അല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു മീൻ പൊരിച്ചതോ കൂട്ടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബ്രൗൺ റൈസും കുറച്ച് തൈരും മാങ്ങാക്കറിയും കൂട്ടി കഴിക്കുന്നതിനേക്കാളും ബെറ്റർ അല്ലേ? ആണ്. കാര്യം ആ പ്ലേറ്റിലുള്ള കംപ്ലീറ്റ് ഫൈബർ പ്രോട്ടീൻ പ്രൊഫൈലാണ് നമ്മുടെ ശരീരത്തിന് മനസ്സിലാവുക. അല്ലാണ്ട് ചോറ് സെപ്പറേറ്റ് അവിയൽ സെപ്പറേറ്റ് അല്ലല്ലോ നമ്മൾ ബോഡി ഡൈജസ്റ്റ് ചെയ്യുന്നത്, റൈറ്റ്? അപ്പോൾ സെൻസിബിൾ ആക്കുക എന്നുള്ളതാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ എത്ര നല്ല ഭക്ഷണമായാലും നമ്മൾ പറയും എന്താ ഹെൽത്തി ആവാൻ എന്താ ചെയ്യാം? ഓർഗാനിക് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, സമയത്തിന് ഭക്ഷണം കഴിക്കണം. ഇതൊക്കെ ശരി തന്നെ. പക്ഷേ ഓർഗാനിക്കായ നല്ല ഭക്ഷണം യാതൊരു രീതിയിലുള്ള രാസവസ്തുക്കളോ വളങ്ങളോ ഒന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കി കൃഷി ചെയ്തെടുത്തിരിക്കുന്ന ഭക്ഷണം നമുക്ക് എത്ര കലോറിയാണോ വേണ്ടത് അതിൻ്റെ 2 ഇരട്ടി കഴിച്ചു എന്ന് വിചാരിക്കാം. അത് എത്ര നല്ല ഭക്ഷണമാണോ എന്നുള്ളതിന് അതിന് യാതൊരു പ്രസക്തിയില്ല. ക്വാണ്ടിറ്റി മാറ്റേഴ്സ്. അവിടെ നമ്മൾ ക്വാളിറ്റി മാത്രമേ നോക്കിയുള്ളൂ, ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ കൊളസ്ട്രോൾ വരും, ഫാറ്റി ലിവറും വരും, തടിയും കൂടും, അതിനോടനുബന്ധിച്ചുള്ള മറ്റുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സും വരും. ആൻഡ് ദിസ് ഈസ് നോട്ട് വെരി ഡിഫിക്കൾട്ട്. ഇത് റോക്കറ്റ് സയൻസ് അല്ല. ഞാനെപ്പോഴും പറയുന്നത് കാർ ഓടിക്കാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിക്കണ്ട, റൈറ്റ്? അതേപോലെ ഹെൽത്തിയായി ജീവിക്കാൻ വേണ്ടിയിട്ട് ഡയറ്ററ്റിക്സ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല.